നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് IPL-ൽ അതിനിർണായകമായ മത്സരം രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് തമ്മിലുള്ളതാണ്. ജയിച്ച ടീം ഫൈനലിലേക്ക് എത്തും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം സൂക്ഷിച്ചു നോക്കുന്നത് വൈഭവ് സൂര്യവംശിയിലേക്കാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് ബാറ്റർ 15 വയസ്സ് മാത്രമുള്ള വൈഭവ് സൂര്യവംശിയിലേക്ക്. സൂര്യവംശി ഇങ്ങനെ കൈ തരിച്ച് നിൽക്കും. ഇപ്പോൾ കഗീസോറാബാദയും സിറാജിനൊക്കെ കിട്ടിയിട്ട് വേണം അടിച്ച് തകർക്കാൻ എന്ന് പറഞ്ഞിട്ട്. പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, റാഷിദ് ഖാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ അടിച്ച് തകർക്കാൻ വേണ്ടി ഇങ്ങനെ വല്ലാത്തൊരു തരിപ്പോടെ നിൽക്കുകയാണ് വൈഭവ് സൂര്യവംശി. നമ്മളും വല്ലാത്തൊരു തരിപ്പോടെ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ സൂര്യവംശിക്ക് ചില കാര്യങ്ങൾ എളുപ്പമല്ല. ഉദാഹരണത്തിന് റാഷിദ് ഖാനെ നേരിടുക അത്ര എളുപ്പമല്ല വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആദ്യം ഈ IPL സീസണിൽ തന്നെ ആദ്യം ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റുമുട്ടിയപ്പോൾ വൈഭവ് സൂര്യവംശി ഔട്ടായത് റാഷിദ് ഖാൻ്റെ പന്തിലാണ്. റാഷിദ് ഖാൻ അത്ര എളുപ്പമൊന്നും കീഴടങ്ങുന്ന ഒരു ബൗളറല്ല. അദ്ദേഹത്തിൻ്റെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് പിടിച്ചിട്ടാണ് സൂര്യവംശി ഔട്ടായത്. അന്ന് ബാക്കി എല്ലാവരും അടിക്കുന്ന ഒരു മൂഡിലായിരുന്നു. പക്ഷേ റാഷിദ് ഖാൻ്റെ അടുത്ത് നടന്നില്ല. റാഷിദ് ഖാൻ ആകട്ടെ ഈ IPL-ൽ സ്പിന്നർമാരിൽ ഏറ്റവും സക്സസ്ഫുള്ളായ, ഏറ്റവും വിജയിച്ച ഒരു ബൗളർ കൂടിയാണ്. 15 മത്സരങ്ങളിൽ 19 വിക്കറ്റ് ആണ് അദ്ദേഹം വീഴ്ത്തിയത്. അതും 8.77. ഇത്തവണത്തെ IPL-ലെ റൺ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ 8.77 റണ്ണ് വിട്ടുകൊടുക്കുന്നത് എക്കണോമി റേറ്റ് അത്ര വലിയ എക്കണോമി റേറ്റ് അല്ല, ഒരു മീഡിയമാണ്. അപ്പോൾ ആ നിലയിൽ റാഷിദ് ഖാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഈ IPL സീസണിൽ. മറ്റ് സ്പിന്നേഴ്സിനൊന്നും കഴിയാത്തൊരു കാര്യം കൂടിയാണെന്നുള്ള സാഹചര്യത്തിലാണ് അതിന് പ്രാധാന്യം കൂടുന്നത്. അതും മിഡിൽ ഓവേഴ്സിൽ 15 ഇന്നിങ്സുകളിൽ 17 വിക്കറ്റ് റാഷിദ് ഖാൻ വീഴ്ത്തിയിട്ടുണ്ട്. ഈ വീഴ്ത്തിയ 19 17 മിഡിൽ ഓവറുകളിലാണ് റാഷിദ് ഖാൻ വീഴ്ത്തുന്നതെന്ന് അർത്ഥം. അപ്പോൾ സൂര്യവംശി, എല്ലാവരും ശ്രദ്ധിക്കുന്ന റാഷിദ് ഖാനെ എങ്ങനെ സൂര്യവംശി ക്രിക്കറ്റ് വിദഗ്ധർ എല്ലാം അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന ബൗളർ എന്നില്ല. ആര് വന്നാലും, ഹേസൽവുഡ് വന്നാലും, പാറ്റ് കമ്മിൻസ് വന്നാലും, ബുംറ വന്നാലും എല്ലാവരെയും അടിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതിന്ന് കഗീസോറാബാദയുടെ അടുത്തും ആയാലും, പ്രസിദ്ധ് കൃഷ്ണയുടെ അടുത്തായാലും, മുഹമ്മദ് സിറാജിൻ്റെ അടുത്തായാലും, റാഷിദ് ഖാൻ്റെ അടുത്തായാലും അദ്ദേഹം ആ സ്റ്റൈലിൽ തന്നെയായിരിക്കും, ആ സ്ട്രാറ്റജിയിൽ തന്നെയായിരിക്കും കളിക്കുക. അപ്പോൾ എല്ലാവരും സൂര്യവംശിയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. സൂര്യവംശി എങ്ങനെ റാഷിദ് ഖാനെ കളിക്കും, സൂര്യവംശി എങ്ങനെ ഈ മൊത്തം ഈ മത്സരത്തിൽ കളിക്കും, എത്ര വേഗം റണ്ണടിച്ചു കൂട്ടുന്നോ അത്രയധികം പ്രാധാന്യം സൂര്യവംശിക്കുണ്ട്. സൂര്യവംശിയെ ആശ്രയിച്ച് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നുണ്ട്, വലിയൊരു ഇതാണ്. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം സൂര്യവംശി ആദ്യം തന്നെ കിട്ടുകയാണെങ്കിൽ, ആദ്യം തന്നെ സൂര്യവംശിയുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞാൽ അവർ കളിയിൽ വലിയ മേധാവിത്വം നേടി എന്നത് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യവംശിയിലേക്കാണ് എല്ലാ കണ്ണുകളും, എല്ലാവരും അവിടേക്കാണ് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂര്യവംശി പ്രത്യേകിച്ച് റാഷിദ് ഖാൻ എങ്ങനെ കളിക്കും, ബാക്കിയുള്ളത് എങ്ങനെയാണ്, സൂര്യവംശി എത്രത്തോളം മികച്ച നിലയിൽ എത്രത്തോളം സിക്സറുകൾ ഇന്ന് കാണാൻ കഴിയും എന്നാണ് കാണികളും ആരാധകരും കാത്തിരിക്കുന്നത്.